ചേച്ചി, എനിക്കിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് തിരിച്ചു പോയാലോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പൊ കുറവുണ്ടെന്ന് കരുതി വീണ്ടും വേദന വന്നാൽ എന്താ ചെയ്യും? ഓ, ഏത് നേരത്താണോ പിതാശ്രീക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ തോന്നിയത്. കുക്കു വാ, അടുത്ത ടോക്കൺ നമ്മുടെ. എടി, നീ ആ പുതിയ ഡോക്ടേഴ്സിനെ കണ്ടോ? എന്തൊരു ഹാൻഡ്സ് അടി രണ്ടുപേരും. ഒച്ചമാക്കി പറഞ്ഞ ചുള്ളന്മാര്. അതിലാ ഇങ്ങനത്തെ ഡോക്ടർ ഉണ്ടല്ലോ, എന്ത് സ്ട്രീറ്റ് അടിയങ്ങേര്. പറ്റാതെ വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടാൾ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നത്. ആണോ? വെറുതെ അല്ല ഇന്ന് ഇത്രയും തിരക്ക്. ഞാൻ നോക്കിയപ്പോൾ പതിവില്ലാത്ത തിരക്കായിരുന്നു കാഷ്വാലിറ്റിയിൽ. പാടി, ഞാൻ ആ ENT ഡോക്ടറിനെ കണ്ടില്ല. ഒന്ന് മുട്ടി നോക്കാം. ഓ, മുട്ടാമ്പോ ഇവിടെമാരെ മിക്കവാറും ഞാൻ തട്ടും. ഷോ, ഇപ്പൊ ഞങ്ങളെ വിളിക്കും. എങ്ങനെയാ ഇവിടെ നിന്ന് മുങ്ങ? ഓ, എന്നെ അങ്ങ് എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയ ഉറപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടായതിന് പകരം വീട്ടും. ഓ, ഈ നിൽക്കണത് ഇപ്പൊ ആവിയായി അങ്ങ് പോയെങ്കിൽ. അല്ല, ഇതെന്താ ഇത്രയും തിരക്ക്? ഇയാളിപ്പോ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. ഈ മായ ഡോക്ടറിനെ പോലെയല്ല, നല്ലൊരു കൊച്ചു ഡോക്ടർ വന്നേക്കുന്നത്. ഒരു പാവം ഡോക്ടർ. എന്ത് സ്നേഹത്തിലാണെന്നറിയോ ഓരോന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓ പാവം, തനി സ്വഭാവം എനിക്കല്ലേ അറിയാളൂ. അല്ല, ഇതെന്താ ഈ നേഴ്സുമാരും പെമ്പിള്ളേരും ഒക്കെ ഇതിലേ കിടന്ന് വട്ടം കറങ്ങുന്നത്? ഓ, എന്തൊരു ലുക്കാണടി. ഇതൊക്കെയാണ് ഡോക്ടറെ. ഞാൻ 24 മണിക്കൂർ ഹോസ്പിറ്റലിലായിരിക്കും. ഓ, ഇവിടന്മാരൊന്നും ആമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? ഒലിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളും. അങ്ങീന് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പണിയെടുക്കുന്നത് ഇവളന്മാർക്ക് സഹിക്കുന്നില്ലാന്ന് തോന്നുന്നു. ദേ, കൂടുതൽ ഒലിപ്പിക്കാൻ വന്ന ഒരു കുത്തു വെച്ചില്ല ഞാൻ. അല്ല, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അയാൾ എന്റെ ഇനിമയല്ലേ? ഓ കുക്കു, ഹി ഈസ് ഹിയർ എനിമി. കാം ഡൗൺ, കാം ഡൗൺ. ടോക്കൺ നമ്പർ 13. 2 ഓലക്കീറും വെള്ള തുണി എടുത്തോളൂ. എന്നെ മൂടാൻ ആ കാട്ടാളൻ എന്നെ വെട്ടിക്കണ്ടിച്ച് അടുപ്പിൽ വെക്കും. കുക്കു വാ മോളെ. ആ ഏട്ടത്തി, ആഹാ, നീയും ഉണ്ടായിരുന്നോ കൂടെ? ഞാനും ഉണ്ട്. എന്ത് പറ്റി? മാക്കറി കുഞ്ഞിന്റെ മുഖത്തൊരു വാട്ടം. നിന്നെ ഞങ്ങള് കോളേജിൽ വിട്ടതല്ലേ, പിന്നെന്താ ഇവിടെ? ആ നിരഞ്ജ, ഇവക്ക് നല്ല വയറുവേദന, അടിവയറ്റിലാണ് വേദന. അതുകൊണ്ട് പിന്നെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. ആണോടി? ഇങ്ങ് വന്നേ. എന്തിന്? ഞാനൊന്ന് നോക്കട്ടെ. എന്ത് നോക്കാൻ? അങ്ങനെ ഇപ്പൊ നോക്കണ്ട. ഓ, എടി, നിന്റെ വയറുവേദനക്കുള്ള കാര്യം എന്താ നോക്കട്ടെ. ഇങ്ങ് വാ. ചെല്ല് കുക്കു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അങ്കിൾ എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നു. അപ്പോഴാ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന് പറഞ്ഞു. ആ, ഞങ്ങൾ ഏട്ടന്റെ ക്യാബിന്റെ മുന്നിലുണ്ടായിരുന്നു. കൺസൾട്ട് ടൈം ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരാത്തത്. അതൊക്കെ എങ്ങനെയാ മോളെ? പരിശോധനയ്ക്കിടയിൽ നമ്മളൊക്കെ നോക്കാൻ ആർക്കാ നേരം? എല്ലാ രോഗികളെ ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? അതവരുടെ ജോലിയല്ലേ ചേച്ചി, അതുകൊണ്ടല്ലേ. ആ, ഇതിനു മുമ്പും ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഞാൻ. അപ്പോഴൊന്നും ഇല്ലാത്ത തിരക്കാണ് ഇപ്പൊ ഇവിടെ, അതും കൂടുതൽ ലേഡീസ്. ആഹാ, കുക്കുവിന് എന്താ പറ്റിയത്? ഒന്നുമില്ല ഏട്ടാ, ചെറിയൊരു വയറുവേദന. ആ നിരജ, നീ ഒന്ന് നോക്കാളെ. എനിക്ക് നല്ലോണം നോക്കണമെന്നുണ്ട്, സമ്മതിക്കണ്ടേ? ഇയാളിത് എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ.